ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കു മുറുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കടകംപള്ളി ഇക്കാലം അത്രയും പറഞ്ഞതെല്ലാം കളവായിരുന്നു, പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വലിയ ആത്മബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരികയാണ്. ഇനി കടകംപള്ളി ഈ വിഷയത്തിൽ എന്തു പറയും എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അടുത്തിടയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു, അതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ആദ്യം കടകംപള്ളി അത് നിഷേധിക്കാൻ ശ്രമിച്ചു. എന്നാൽ പിന്നീട് ചിത്രങ്ങൾ പുറത്തു വന്നതോടെ അദ്ദേഹം പറഞ്ഞത് താൻ അവിടെ ഒരു കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങിന് പോയിരുന്നു എന്നാണ് തന്റെ ഓർമ്മ. അന്ന് താൻ ആ ചടങ്ങിൽ അങ്ങനെ പങ്കെടുത്തതായിട്ട് ഓർക്കുന്നുണ്ട്. ആർക്കും എന്തെങ്കിലും സമ്മാനങ്ങളൊന്നും കൊടുത്തിരുന്നിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ചിത്രം കൂടുതൽ വ്യക്തമായതോടുകൂടി കടകംപള്ളി സുരേന്ദ്രൻ കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞതോടുകൂടി തന്റെ വാദം തിരുത്തിക്കൊണ്ട് രംഗത്തെത്തി. അത് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന്റെ ജന്മദിനത്തിൽ പോയി അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൊടുക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ താൻ അങ്ങനെ ഒരു ചടങ്ങിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്ന് അങ്ങനെ അവിടെ തടിതപ്പുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. ആ ഒരൊറ്റ തവണ മാത്രമേ താൻ പോയിട്ടുള്ളൂ, കൂടുതൽ ആത്മബന്ധമൊന്നുമില്ല. താൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഫോണിൽ വിളിച്ച് വരാൻ പറഞ്ഞു, ആവശ്യപ്പെട്ടു. അങ്ങനെ ആ യാത്രക്കിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂരിലെ വീട്ടിൽ താൻ പോവുകയായിരുന്നു, ആ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് ഒരു ഗിഫ്റ്റ് എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതിലപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. ഒളിച്ചൊന്നുമല്ല താൻ പോയത്. ഒന്നിൽ കൂടുതൽ തവണ പോയിട്ടുണ്ടെങ്കിൽ താൻ എന്തിനെ കള്ളം പറയണം? അന്ന് തനിക്ക് 3 ഗൺമാന്മാരുണ്ടായിരുന്നു. അവരോടൊക്കെ തന്നെ താൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അതിൽ ഒരു ഗൺമാൻ അന്നത്തെ ചടങ്ങിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ചടങ്ങിന് പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിന് താൻ പോയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ഈ തെളിവുകളെല്ലാം പുറത്തു വന്നപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിക്കേണ്ട ഒരു ഗതികേടുണ്ടായി. അപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ ഒറ്റ തവണ മാത്രമേ പോയിട്ടുള്ളൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വലിയ അടുപ്പമോ ആത്മബന്ധമോ ഒന്നും ഇല്ല എന്നാണ്. എന്നാൽ ഇന്ന് മറ്റൊരു ചിത്രം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ പോയ ഒരു കാഴ്ചയാണ്. അത് വലിയ രീതിയിൽ നിരന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി പോയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ്. കാരണം അത്രയ്ക്കും ഒരു ആത്മബന്ധം അവർക്ക് തമ്മിലുണ്ട് എന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നു. ആ ചിത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മാവന്റെ മകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഒരു സമ്മാനം കൊടുക്കുന്നതാണ്. ആ മകൾക്ക് ഏതോ പരീക്ഷയിൽ റാങ്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന്റെ അനുമോദനം എന്നുള്ള നിലയിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടിയെ അവിടെ വിളിച്ചു വരുത്തുകയും ഒരു സമ്മാനം കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ട് കുടിപ്പിക്കുകയുമാണ് ചെയ്തത്. ആ ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപക്ഷെ മന്ത്രിയായിരിക്കെ നടന്ന ഒരു സംഭവമാകാനാണ് സാധ്യത. അങ്ങനെയാണ് എങ്കിൽ മന്ത്രിയായിരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കത്തക്ക എന്ത് ആത്മബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ഉള്ളത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് എത്രയൊക്കെ പറയാൻ ശ്രമിച്ചാലും, ആ ബന്ധം എത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിച്ചാലും അത് കൂടുതൽ കുരുക്കിലേക്ക് കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്നതെല്ലാം കള്ളമാണ് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ദേവസ്വം മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ഒരുമിച്ചുള്ള ബംഗളൂരു വിമാനത്താവളത്തിലെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതിനൊന്നും അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിക്കൂട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിരന്തരം ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പോയിരുന്നു. അങ്ങനെ പോകത്തക്ക വലിയ ഒരു ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ തെളിവായി നമുക്ക് മുന്നിൽ ഉള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. നേരത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ഒരു തവണ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ വീണ്ടും ഈ കൂടുതൽ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് അറിയാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ദിവസം UDF കൺവീനർ കൂടിയായ കോൺഗ്രസിന്റെ MP അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അത് ഈ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ ചെന്നപ്പോൾ സോണിയാഗാന്ധിയുമൊത്ത് ഫോട്ടോ എടുത്തതാണ്. ആ ഫോട്ടോയിൽ ഈ പറയുന്നത് പോലെ അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു.
മറ്റ് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലും അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ആ ചിത്രങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അടൂർ പ്രകാശിന്റെ മൊഴി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം എടുത്തത്. അദ്ദേഹത്തെ വിശദമായിട്ട് ചോദ്യം ചെയ്തത്. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം? അത് അടൂർ പ്രകാശ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2023 ഡൽഹിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നപ്പോഴാണ് സോണിയാഗാന്ധിയെ കണ്ടത്. അന്ന് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ മറ്റൊരു പ്രതിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുമായിട്ടുള്ള ഗോവർദ്ധൻ, അദ്ദേഹം തന്റെ ബംഗളൂരുവിലെ സ്വാധീനം അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് തരപ്പെടുത്തിയത്. അങ്ങനെയാണ് അവിടെ പോയി അവർ കണ്ടത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി കൊടുത്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിനെയും വിളിച്ചു. അങ്ങനെ അവര് ഒന്നിച്ച് ഒരു ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലാണ് അടൂർ പ്രകാശ് മൊഴി കൊടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും തനിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇന്നലെ അദ്ദേഹം ഈ ചോദ്യം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയും എത്ര തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലും താൻ പോകാൻ സന്നദ്ധനാണ്. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർക്കാൻ തന്നെ വീണ്ടും വിളിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും താൻ സന്തോഷത്തോടെ വരും, തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയും എന്ന് അടൂർ പ്രകാശ് പറയുന്നുമുണ്ട്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ മറുവശത്ത് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവുകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം ഓരോ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള പഴുതുകൾ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊന്നുമല്ല, ഇന്നിപ്പോൾ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതാണ് ഏറെ രസകരം. ഒരുപക്ഷെ കേരളീയ ജനത അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടാൽ പൊട്ടിച്ചിരിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അദ്ദേഹം പറയുന്നത് ഇന്നലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതോടുകൂടി ഈ സ്വർണ്ണക്കൊള്ള കേസിൽ കോൺഗ്രസിന് UDF-നുമുള്ള പങ്ക് തെളിവായി പുറത്തു വന്നിരിക്കുന്നു എന്നതാണ്. അതായത് ഒരു ചിത്രത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തതോടുകൂടി ആ പാർട്ടിക്ക്, ആ മുന്നണിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ഈ പറയുന്ന വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വി ശിവൻകുട്ടിയോട് ചോദിക്കാനുള്ളത്, ഇതിനോടകം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ CPM തന്നെ അംഗീകരിക്കുന്ന ഏറ്റവും മികച്ച രീതിയിൽ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത് 4 സഖാക്കളെയാണ്. 3 CPM-ന്റെ നേതാക്കളെയും ഒരു CPI-യുടെ നേതാവിനെയുമാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത്. അങ്ങനെ ഈ കേസിൽ, സ്വർണ്ണക്കൊള്ള കേസിൽ 4 സഖാക്കന്മാർ അറസ്റ്റിലായി ജയിലിൽ കിടക്കുമ്പോഴും അവർക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് സമ്മതിക്കാൻ ഇതുവരെ CPM തയ്യാറായിട്ടില്ല. CPM-ന്റെ ജനറൽ സെക്രട്ടറി മുതൽ എല്ലാവരും പറയുന്നത് ഈ കുറ്റപത്രം കൊടുക്കട്ടെ, എന്താണ് ഈ പറയുന്ന പ്രതികളായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന N വാസുവിന്റെയും പത്മകുമാറിന്റെയും വിജയകുമാറിന്റെയും ഒക്കെ തന്നെ പങ്ക് എന്ന് തങ്ങൾക്ക് ബോധ്യമാകട്ടെ, അതിനുശേഷം അവർക്കെതിരെ നടപടിയെടുക്കാമെന്നാണ്. അറസ്റ്റിലായിട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് 4 സഖാക്കന്മാർ അറസ്റ്റിലായി ജയിലിൽ കിടക്കുമ്പോഴും ആ വിഷയത്തിൽ, ആ കൊള്ളയിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് ഒരു വ്യക്തിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ പാർട്ടിക്കും മുന്നണിക്കും ഈ കൊള്ളയിലുള്ള പങ്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഏറെ രസകരമാണ്, അങ്ങേയറ്റം അപഹാസ്യമാണ് ശിവൻകുട്ടി എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് കോൺഗ്രസിനെയോ UDF-നെയോ കൂട്ടിക്കെട്ടാൻ CPM നടത്തുന്ന ശ്രമങ്ങളെല്ലാം വൃഥാവിലാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കോൺഗ്രസോ UDF-ഓ ഭരണത്തിലുള്ള സമയത്തോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സമയത്തോ ഒന്നുമല്ല അവിടെ ആ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. അത് 2019 കാലഘട്ടത്തിലാണ്. അന്ന് കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. അവരുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ദേവസ്വം മന്ത്രിയായിട്ടിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലെ കോൺഗ്രസിനെ കൂട്ടിക്കെട്ടാനുള്ള CPM-ന്റെ ശ്രമങ്ങൾ അത് അങ്ങേയറ്റം അപഹാസ്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ കടകംപള്ളി കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ അന്വേഷണം ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് അവർ അന്വേഷിക്കുന്നത്. അതിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന് ഇതിനോടകം അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും CPM-നെയും കടകംപള്ളിയെയും പിണറായിയും ഒക്കെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കാജനകമായ ദിനങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.